ഐഡിയോളജീസ് ഇൻസ്പയർസ്, ആശയങ്ങൾ പ്രചോദനമേകുന്നു. Compared to the American Revolution, in French Revolution, there were some thinkers. Their thoughts inspired the people who wanted to change the system that existed in France. അമേരിക്കൻ റവല്യൂഷനിലെ പോലെ ഫ്രാൻസിലെ ചിന്തകരുടെ ഐഡിയോളജീസ് അവിടുത്തെ ജനങ്ങളെ ഈ ഒരു സിസ്റ്റത്തെ മാറ്റുവാനായിട്ട് പ്രേരിപ്പിച്ചു. Here we will discuss the thoughts and ideas of three important thinkers, Voltaire, Rousseau and Montesquieu, in making people aware of the inequalities and exploitations that existed in France. ഫ്രാൻസിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ സാമൂഹിക അസമത്വങ്ങളെയും എല്ലാ ചൂഷണങ്ങളെയും ഈ ചിന്തകർ തുറന്നു കാട്ടുകയും ജനങ്ങളെ ഇതിനെതിരായി പ്രതികരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. ഓക്കെ, വോൾട്ടയർ എന്താണ് പറഞ്ഞത്? പുരോഹിതന്മാരുടെ ഈ ചൂഷണത്തെ പരിഹസിച്ചു. പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്തത്? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടാമതായി റൂസോ. He spelled out the importance of freedom with the statement, man is born free, but everywhere he is in chain. Declared that people are sovereign. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞത്, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന ആ പ്രസ്താവനയിലൂടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതുപോലെ ജനങ്ങളാണ് പരമാധികാരികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന് മോന്തസ്ക്യൂ എന്താണ് പറഞ്ഞത്? എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. എന്തിനെ പ്രോത്സാഹിപ്പിച്ചു? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. സജസ്റ്റഡ് ഡിവിഷൻസ് ഓഫ് പവർ ഓഫ് ദി ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഗവൺമെൻറ്റിന് മൂന്നായി തിരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു: നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. You should prepare a note after comparing the ideas of French Revolution with the ideas that inspired the American Revolution. Hints are: American thinkers stood for democracy, human rights, and against mercantilist laws. French thinkers emphasized democracy, rational thinking, and stood for the growth of middle class. എങ്ങനെയാണ് ഇതൊരു കമ്പാരിസൺ നടത്തേണ്ടത്? അമേരിക്കൻ ചിന്തകരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ട്. ആശയങ്ങൾ ഏതൊക്കെയാണ്? ജനാധിപത്യം, മനുഷ്യസ്നേഹം, മനുഷ്യാവകാശങ്ങൾ, അതുപോലെ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾക്കെതിരായിട്ടുള്ള ചിന്തകൾ. ഈ ആശയങ്ങൾ എന്തുമാത്രം ഫ്രഞ്ച് റവല്യൂഷനിലെ ചിന്തകരിൽ അവരുടെ ആശയങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജനാധിപത്യം, ഈ ആശയം ആരാണ് പറഞ്ഞത്? അതെ, ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് മോന്തസ്ക്യൂ ആണ്. അതുപോലെ രണ്ടാമതെടുക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ആരാണ്? റൂസോ ആണ്. ദെൻ എഗനിസ്റ്റ് മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ ആ നിയമങ്ങൾക്കെതിരെ തിരിയാനായിട്ട് ജനങ്ങളെ അമേരിക്കൻ ചിന്തകർ പ്രേരിപ്പിച്ചുവെങ്കിൽ ഇവിടെ ഭരണകൂടത്തിനെതിരെ തിരിയാനായിട്ട് ഈ മൂന്ന് പേരുടെയും വാക്കുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. The third estate take the lead. Here the topic begins with the question: what causes France's economic situation to worsen in the 17th 18th century? 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാകുവാനുള്ള കാരണങ്ങൾ എന്താണ്? Look at the text, read the part, you will get the answer. The answers are the luxurious life and squanders of the Bourbon kings, clergy and the lords. ബൂർബൻ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നടത്തിയ ധൂർത്തും ആഡംബര ജീവിതവും. ഫ്രീക്വന്റ് വാർസ്,
ഇടയ്ക്കിടെ നടത്തിയ യുദ്ധങ്ങൾ, ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, കൃഷിനാശവും വരൾച്ചയും, ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൻ ടു അമേരിക്കൻ കോളനീസ് ഇൻ അമേരിക്കൻ വാർ. അമേരിക്കൻ വിപ്ലവത്തിൽ അമേരിക്കൻ കോളനികളെ സാമ്പത്തികമായി സഹായിച്ചതും മിലിറ്ററി സഹായങ്ങൾ നൽകി സഹായിച്ചതും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാകുവാൻ കാരണമായി. എന്തുകൊണ്ട് ഫ്രാൻസ് അമേരിക്കയെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ഫ്രാൻസിൻ്റെ കോളനിയായിരുന്നു കാനഡ എന്ന് പറയുന്നത്. ഒരു പക്ഷേ കാനഡ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമിക്കുമോ, ബ്രിട്ടൻ ആക്രമിക്കുമോ എന്ന് ഭയന്നിട്ടാകാം അമേരിക്കൻ കോളനികളെ ഫ്രാൻസ് സഹായിച്ചത്. ഹിയർ ടു സോൾവ് ദിസ് ഫിനാൻഷ്യൽ ക്രൈസിസ്, ഈ സാമ്പത്തിക സ്ഥിതി ഫ്രാൻസിനെ പരിഹരിക്കണം. അതിനവരെന്ത് ചെയ്തു? ദ കിങ് ഡിസൈഡഡ് ടു ഇമ്പോസ് ന്യൂ ടാക്സസ് ഓൺ ദ കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ മേൽ പുതിയ നികുതി ചുമത്തുവാനായിട്ട് തീരുമാനിച്ചു. ഫോർ ദിസ് കിങ് ലൂയിസ് 16 സമ്മൺസ്ഡ് ദ സ്റ്റേറ്റ് ജനറൽ. വാട്ട് ഈസ് സ്റ്റേറ്റ് ജനറൽ? എന്താണ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്? ദേശീയ അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്? ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഫോം ഓഫ് ഓൾ ദ 3 എസ്റ്റേറ്റ്സ്. ഈ 3 എസ്റ്റേറ്റുകളും ചേർന്ന് വരുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, ജനപ്രതിനിധി സഭയാണ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അതിൽ ഈ 3 എസ്റ്റേറ്റുകളിലെ അംഗങ്ങളും ഉൾപ്പെടുന്നു. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് എ 1 വോട്ട്. പരമ്പരാഗതമായിട്ട് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന നിലയിൽ വോട്ടിംഗ് സമ്പ്രദായമാണ് സ്റ്റേറ്റ് ജനറലിൽ നിലനിന്നിരുന്നത്. ആസ് എ റിസൾട്ട് ദ നൊബിലിറ്റി ആൻഡ് ദ ക്ലർജി കുഡ് ഓൾവേസ് ഓവർ റൂൾ ദ തേർഡ് എസ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ രാജാവിന് എന്ത് ലഭിക്കും? പുരോഹിതന്മാരുടെ വോട്ട് ലഭിക്കും, പ്രഭുക്കന്മാരുടെ വോട്ട് ലഭിക്കും. തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യും? തോൽക്കുകയും ചെയ്യും. രാജാവിൻ്റെ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യും. ദ ഫസ്റ്റ് 2 estates ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം. പക്ഷേ ഇത്തവണ 3-ാം എസ്റ്റേറ്റ് എന്ത് പറഞ്ഞു? ഇങ്ങനെ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതിന് പകരം ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട്. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 1-ാം എസ്റ്റേറ്റും 2-ാം എസ്റ്റേറ്റ് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. വൈൽ ദ തേർഡ് എസ്റ്റേറ്റ് കോമൺസ് ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദ 3 estates, the problems begins. Why the problem? Check the table given in the text and examine the voting status of State General. The first estate, the members were 285. Then second estate have 308 members. Then finally the third estate have 621. 621 മെമ്പേഴ്സ് തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു. If we calculate the first estate plus second estate members, we will get 593 members. 593 members. Okay, the third estate have 621. If the State General had a 1 vote for each member, the third estate would win and other 2 estates would lose. While the arguments went on, the members of the third estate declared themselves as the National Assembly of France. ഇങ്ങനെ ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ ആർഗ്യുമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തേർഡ് എസ്റ്റേറ്റ് സ്വയമേ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി. ദേ അസംബിൾഡ് ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർ ബൈ. അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ ചേർന്ന് സമ്മേളിക്കുകയും സോ നോട്ട് ടു ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന് വേണ്ടി ഇനിയൊരു
ഭരണഘടന ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരടി പിന്മാറുകയില്ല. ദിസ് ഇവൻറ്റ് ഈസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ഈ സംഭവത്തെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ different events of French Revolution. Look at the chart in the textbook. 14th July 1789. ഒന്ന് ഓർക്കുക, 1789 ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്ന വർഷമാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വർഷം, ഇയർ. കാരണം എന്താ? 7, 8, 9. 1, 7, 8, 9. 14th July 1789 കമൻസ്മെൻറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. എങ്ങനെയാണ് ഈ റവല്യൂഷൻ ആരംഭിക്കുന്നത് നമുക്ക് നോക്കാം. ഹിയർ റവല്യൂഷണറീസ് stormed with the slogan liberty, equality and fraternity, demolished the Bastille prison, the symbol of the Bourbon monarchy. This event is considered as the commencement of French Revolution. ബോർബൻ രാജാക്കന്മാരുടെ അധികാരത്തിൻ്റെ പ്രതീകമായി കണ്ടുകൊണ്ട് ബാസിൽ പ്രിസനെ എന്തു മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അത് തകർത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന് തിരികൊളുത്തുകയാണ്. ആരാണ് തിരികൊളുത്തുന്നത്? ദ കോമൺ പീപ്പിൾ, മിഡിൽ ക്ലാസ്, ദ തേർഡ് എസ്റ്റേറ്റ്. ദെൻ ദ സെക്കൻഡ് ഇവൻറ്റ്, 12th August 1789, Declaration of Rights of Man. Rousseau, Rights of Man, Declaration of Rights of Man. The National Assembly passed the Declaration of the Rights of Man and of the Citizen. ഇവിടെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുകയാണ്. റൂസോയുടെ വാക്കുകളാണ് ഇതിന് ആധാരമായിട്ട് എടുക്കുന്നത്. ദെൻ October 1789, വുമൺ മാർച്ച്ഡ് ഫ്രം പാരീസ് ടു ദ പാലസ് ഓഫ് വേഴ്സൈൽസ്. സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഒന്നോർക്കുക, 300 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ തെരുവീതിയിലേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു കാഴ്ച ഒരു വിപ്ലവത്തിൽ നമ്മൾ കാണുകയാണ്. ഏത് വിപ്ലവത്തിൽ? ഫ്രഞ്ച് വിപ്ലവത്തിൽ. എന്താണ് അവിടെ കാണുന്നത്? Thousands of women marched from Paris to the palace of Versailles with the slogan of give us bread. എന്ത് തരാൻ പറഞ്ഞുകൊണ്ടാ? അമ്മമാരെ നമ്മൾ എപ്പോഴും കാണുന്നത് അടുക്കളയിലാണ്, അല്ലേ? ഒരു ഫുഡ് മെഷീനായിട്ട്, ഭക്ഷണം വയ്ക്കുന്ന ഒരു മെഷീനായിട്ടാണ് സ്ത്രീകൾ. രാവിലെ മുതൽ നമ്മുടെ അമ്മമാർ കഷ്ടപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണം തരാൻ വേണ്ടിയിട്ട്. ആ അമ്മമാർക്ക് ഭക്ഷണത്തിൻ്റെ വേദന അറിയുള്ളൂ. ഭക്ഷണം ഇല്ലാത്തതിൻ്റെ, ഉണ്ടാക്കുന്നതിൻ്റെ, ഇല്ലാത്തതിൻ്റെ എല്ലാം വേദന അമ്മമാർക്കേ അറിയുള്ളൂ. ഈ അമ്മമാരാണ് അന്നത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിലെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം തരുവാൻ വേണ്ടി തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയത്. മുദ്രാവാക്യം എന്താണ്? ഗിവ് us bread. Then September 1792, formation of new constitution and proclamation of France as a republic. The National Convention formed as per the new constitution proclaimed France as a republic. ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി പുതിയതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് ഫ്രാൻസിനെ എന്തായി പ്രഖ്യാപിച്ചു? ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു.